നമസ്കാരം. അഗ്നിഹോത്രികളുടെ 2025 മെയ് മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലം. പൂരുരുട്ടാതി നക്ഷത്രം. പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ 2025 മെയ് 1 മുതൽ 31 വരെ, അതായത് മേടം 18 മുതൽ ഇടവം 17 വരെയുള്ള സമ്പൂർണ്ണ നക്ഷത്രഫലങ്ങളാണ് നവഗ്രഹങ്ങളുടെ രാശി സഞ്ചാരം അവലംബിക്കുന്നു. പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർ സദാസമയം ഗൗരവക്കാരായിരിക്കും. എന്നാൽ വളരെയധികം ശാന്തമായ സ്വഭാവത്തിന് ഉടമകളുമാണ്. മറ്റുള്ളവരുടെ പ്രവൃത്തികളെ ഒട്ടും തന്നെ കുറ്റം പറയാതെ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സ്വമേധയാ മാറി നിൽക്കുവാൻ തയ്യാറുള്ളവരാണ്. ഈ നക്ഷത്രക്കാരുടെ കുടുംബജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കുന്നതാണ്. ജീവിത പങ്കാളിയിൽ നിന്ന് സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതായാണ് കാണുന്നത്. സന്താനങ്ങളിൽ നിന്ന് ഭാഗ്യവും നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. പൂർവിക സ്വത്ത്, സമ്പത്ത് തുടങ്ങിയവ അനുഭവയോഗ്യമായി തീരുന്നതായാണ് കാണുന്നത്. നിങ്ങളുടെ ദാമ്പത്യത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇടയ്ക്കിടെ ഉണ്ടാകുമെങ്കിലും അതെല്ലാം തന്നെ താൽക്കാലികവും രമ്യതയോടുകൂടിയും പരിഹരിക്കുവാനായി ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നു. പൂരുരുട്ടാതി നക്ഷത്രജാതർ മാനുഷിക മൂല്യങ്ങൾക്ക് വളരെ വില കൊടുക്കുന്നവരാണ്. ഉദ്യോഗത്തിൽ തങ്ങൾ ഏറ്റെടുക്കുന്ന ഏതൊരു പ്രവൃത്തികളും വിജയകരമായി പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നു. തങ്ങളുടെ പഴയകാല സ്മരണകൾ മനസ്സിൽ വെച്ചു പുലർത്തുന്നവരാണ് പൂരുരുട്ടാതി നക്ഷത്രക്കാർ. കൂടാതെ ഈ നക്ഷത്രക്കാർ ശുഭപ്രതീക്ഷകളോടെ ജീവിതം നയിക്കുന്നവരാണ്. ദൈവാനുഗ്രഹം വളരെ കൂടുതലാണ്. മെയ് മാസം ആദ്യ പകുതിയിൽ തന്നെ നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും എല്ലാ മേഖലകളിലും സന്തോഷവും സമാധാനവും അനുഭവപ്പെടുന്നതായി തോന്നുന്നതാണ്. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും എത്ര പ്രധാനമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന സമയമാണ് വരുന്നത്. എന്നാൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ഓർത്തോളൂ. ആസ്വാദനങ്ങൾ മൂലം അമിതമായി ആഡംബര ജീവിതത്തിൽ ഏർപ്പെട്ടാൽ ധനനഷ്ടവും മറ്റ് ഇതര പ്രശ്നങ്ങളും ഉണ്ടാകാം. അതുകൊണ്ട് ശ്രദ്ധയോടെ നിങ്ങൾ ദുർവ്യയം വരാതിരിക്കുവാനായി ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. അവിവാഹിതർക്കാണെങ്കിൽ വിവാഹം കഴിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. നല്ല വിവാഹാലോചനകൾ വന്ന് ഭവിക്കുകയും നല്ല ജീവിത പങ്കാളിയെ ലഭിക്കുവാനും ഇടവരുന്നതായി കാണുന്നു. നിങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത അനുയോജ്യരായ ജീവിത പങ്കാളിയെ തന്നെയാണ് കുറച്ച് വിഷമതകളിൽ കൂടെയാണെങ്കിലും വിവാഹം ചെയ്യുവാനായി സാധിക്കുന്നു. വിവാഹയോഗം നിങ്ങൾക്ക് ഈ വർഷം അവസാനമാണുള്ളത്. വിവാഹിതരാണെങ്കിൽ ദാമ്പത്യ സൗഖ്യം, സമ്പൽ സമൃദ്ധി, രോഗദുരിതങ്ങളിൽ നിന്നെല്ലാം മോചനം, കൂടാതെ കുടുംബത്തിൽ സന്താനങ്ങളുടെയോ സഹോദരങ്ങളുടെയോ വിവാഹം, വിദ്യാഭ്യാസം, തൊഴിൽ എന്നിവയുമായി ബന്ധപ്പെട്ട മംഗളകാര്യങ്ങൾ നടക്കുവാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്കോ ജീവിത പങ്കാളിക്കോ ആഭരണങ്ങൾ വാങ്ങുവാനുള്ള യോഗവും കാണുന്നുണ്ട്. ഇനി പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശ്രദ്ധിച്ചു കേട്ടോളൂ. നിങ്ങൾക്ക് വളരെ അടുത്തു തന്നെ വലിയ അളവിലുള്ള പണമോ സ്വർണമോ അല്ലെങ്കിൽ വളരെ വിലപിടിച്ച സമ്മാനങ്ങളോ ഭൂമിയായിട്ടാണെങ്കിലും സ്വത്തായിട്ടാണെങ്കിലും വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത്. ഇങ്ങനെ ധനലക്ഷ്മി ദേവിയുടെ കടാക്ഷത്തിൽ നിങ്ങളും കുടുംബാംഗങ്ങളും ഇതുവരെ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ജീവിത സൗകര്യങ്ങൾ അനുഭവിക്കുവാൻ ഇടയാകുമെന്നാണ് തെളിയുന്നത്. കൈവരുന്ന മഹാഭാഗ്യം നിങ്ങൾ ദുരുപയോഗം ചെയ്യാതെ ഭാവിയിലേക്ക് സ്ഥിരമായതും ശാശ്വതവുമായ വരുമാന മാർഗങ്ങളിൽ നിക്ഷേപിക്കുക വഴി സർവ്വ ഐശ്വര്യം, സമ്പൽ സമൃദ്ധി തുടങ്ങിയവ എല്ലായ്പ്പോഴും നിങ്ങളെ സന്തോഷവാനാക്കുന്നു. അന്വേഷണ ഗവേഷണ സ്വഭാവമുള്ള തൊഴിൽ ചെയ്യുന്ന അഭിഭാഷകർ, പോലീസ് ഉദ്യോഗസ്ഥർ, ഡോക്ടർമാർ, എൻജിനീയർമാർ തുടങ്ങിയവർക്ക് ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള പേരും പെരുമയും തെളിയിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. അംഗീകാരങ്ങൾക്ക് ഉള്ള സാധ്യതകളും കാണുന്നുണ്ട്. നിങ്ങൾക്ക് തുടർ ജീവിതത്തിൽ വളരെയധികം പ്രോത്സാഹനവും അംഗീകാരവും ആണ് വരുവാൻ പോകുന്നത്. ജോലിക്കാരാണെങ്കിൽ സമൂഹത്തിലെ ഉന്നതരായ വ്യക്തികളിൽ നിന്ന് ആദരവ് ലഭിക്കുകയും തൊഴിലിടങ്ങളിൽ മേലധികാരിയുടെയും സഹപ്രവർത്തകരുടെയും പ്രീതിക്ക് പാത്രമാവുകയും ചെയ്യും. തൊഴിൽ സ്ഥാനക്കയറ്റമോ ശമ്പള വർധനവോ അനുകൂലമായ സ്ഥിതിയിലുള്ള
സ്ഥലം മാറ്റമോ ജോലി മാറ്റമോ ഉണ്ടാകുവാനുള്ള സാധ്യത കാണുന്നു. ബിസിനസ് മറ്റു കർമ്മരംഗങ്ങളിലുള്ളവരാണെങ്കിൽ അപ്രതീക്ഷിതമായ വേഗത്തിലുള്ള ശുഭകരമായ സ്ഥിര അനുകൂല മാറ്റങ്ങൾക്ക് നിദാനമാകുന്നതായി കാണുന്നു. ഒരു സാധാരണക്കാരന് പോലും രാജാവായി മാറുവാൻ സാധ്യതയുള്ള ഒരു അസാധാരണ സാഹചര്യം നിങ്ങളുടെ നക്ഷത്രത്തിൽ വരുന്നുണ്ട്. ജീവിത പങ്കാളിയുടെ ബന്ധുക്കളാലോ ഇഷ്ടജനങ്ങളാലോ മിത്രങ്ങളാലോ നിങ്ങൾക്ക് വിദേശത്ത് ജോലിയോ ബിസിനസ്സോ ആരംഭിക്കുവാനോ നടത്തുവാനോ ഉള്ള യോഗവും കാണുന്നുണ്ട്. ഗുരുസ്ഥാനത്തുള്ള വ്യക്തികളിലൂടെയും നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷവും സൗഖ്യവും സമൂഹത്തിൽ പ്രതാപവും എവിടെയും ബഹുമാനാദരവുകളും സൽസുഹൃത്ത് ബന്ധങ്ങളും ഉണ്ടാകുന്നതാണ്. പൂർവികർ, പിതൃക്കൾ, നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ എന്നിവ വഴി പല ഗുണാനുഭവങ്ങളും വരുന്ന സമയം അടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് പൂർവ്വകാലത്ത് ചെയ്തു പോയ ചില തെറ്റുകൾ സ്വയം മനസ്സിലാക്കി അത് തിരുത്തുവാനുള്ള സമയം കൂടിയാണ് ഇത്. ഇനി പൊതുപ്രവർത്തകരാണെങ്കിൽ നിങ്ങൾക്ക് അധികാരപ്രാപ്തിയുള്ള കൂടുതൽ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതായി കാണുന്നു. തിരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുവാനുള്ള അവസരങ്ങൾ വരുന്നുണ്ട്. വിജയിക്കുവാനുള്ള സാധ്യതയും വരുന്നുണ്ട്. നിങ്ങൾക്ക് കുടുംബാംഗങ്ങളുടെ ഇടയിൽ വളരെ സ്വാധീനവും സുദൃഢബന്ധങ്ങൾ ഉണ്ടാക്കുവാനും നിലനിർത്തുവാനും സാധിക്കുന്നതായും കാണുന്നു. കൂടാതെ സുഹൃത്തുക്കളുടെ സമയോചിതമായ സഹായ സഹകരണങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സഹോദരരോ സഹോദര സ്ഥാനത്തുള്ളവരോ ആയി ഒത്തുചേർന്നുള്ള കരാർ സംബന്ധമായിട്ടുള്ളതോ അല്ലാത്തതോ ആയുള്ള ബിസിനസ് സംരംഭമോ ഭക്ഷണകാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംരംഭങ്ങളോ ആരംഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. നഷ്ടപ്പെട്ടതോ നഷ്ടപ്പെടുവാൻ സാധ്യതയുള്ളതുമായ സ്വർണ്ണ ഉരുപ്പിടികൾ അല്ലെങ്കിൽ സ്വത്ത്, ഭൂമി തുടങ്ങിയവ മടക്കിയെടുക്കാനാവുന്നു. നിങ്ങളിലേക്ക് തന്നെ ഇതെല്ലാം തിരിച്ചു വരുന്നു എന്നർത്ഥം. ശത്രുക്കളുടെ മേൽ അപ്രതീക്ഷിത വിജയമുണ്ടാകുന്ന മാസമാണ്. കോടതിയിൽ തർക്കത്തിലോ വ്യവഹാരത്തിലോ കേസിലോ ഉണ്ടായിരുന്ന സാമ്പത്തിക പ്രശ്നങ്ങളിൽ അനുകൂല വിധി ലഭിക്കുവാൻ ഉതകുന്ന രേഖകൾ നിങ്ങൾ മനസ്സിലാക്കാൻ ഇടവരുന്നു. നിങ്ങൾക്കും ജീവിത പങ്കാളിക്കും പരോപകാര താല്പര്യം കൂടുന്നതായാണ് കാണുന്നത്. ദാനധർമ്മങ്ങൾ നടത്തുകയും ചെയ്യുന്നതാണ്. ഇതെല്ലാം നിങ്ങൾക്ക് ഗുണഫലങ്ങൾ തന്നെയാണ് തരുന്നത്. ജീവിത പങ്കാളി, സന്താനങ്ങൾ തുടങ്ങിയവർ വിദേശ ജോലി അല്ലെങ്കിൽ ബിസിനസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവ അവർക്ക് ലഭിക്കുകയും അത് നിങ്ങളുടെ ജീവിതത്തിൽ തുടർകാലത്ത് വളരെ വലിയ അത്ഭുതകരങ്ങളായ അഭിവൃദ്ധിക്കും കാരണമാകുന്നു. കലാകാരന്മാരാണെങ്കിൽ പുതിയ അവസരങ്ങൾ ലഭിക്കുകയും നിങ്ങളുടെ കർമ്മരംഗങ്ങളെല്ലാം തന്നെ വളരെ അനുയോജ്യമായ രീതിയിൽ വരുന്നു എന്ന് പറയാം. അധ്യാപനം, മറ്റു മേഖലകൾ എന്നിവയിൽ ജോലി, ബിസിനസ് ചെയ്യുന്നവർക്കും ഫലം വിഭിന്നമല്ലെന്ന് തന്നെ പറയാവുന്നതാണ്. തികച്ചും ക്ഷേമ, അഭിവൃദ്ധി, സമാധാനപൂർണമായ ജീവിതമാണ് നിങ്ങൾക്ക് അനുഭവയോഗ്യമായി തീരുവാൻ പോകുന്നത്. ജ്യോതിഷം, മറ്റു ഗണന, പ്രവചനാധിഷ്ഠിത ജോലി, ബിസിനസ് തുടങ്ങിയവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും വളരെയധികം പുരോഗതി കാണുന്ന മാസമാണ്. എല്ലാ മലയാള മാസം 1 ശിവ ഗണപതി ക്ഷേത്ര ദർശനം നടത്തി ശിവന് കോവളത്തിലെ മാല, ജലധാര തുടങ്ങിയ വഴിപാടുകളും ഗണപതിക്ക് തേങ്ങ ഉടയ്ക്കുന്നതും, അത് നിങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും പേരിൽ തേങ്ങ ഉടയ്ക്കണം. ബുധ, ശുക്ര, ചന്ദ്രദശകളിൽ ദോഷപരിഹാരം ചെയ്യുകയും വേണ്ടുന്നതാണ്. നിങ്ങളുടെ നക്ഷത്രാധിപനായ വ്യാഴത്തെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ചെയ്യുന്നതും വളരെ ഉത്തമമാണ്. ശാസ്താവിനെ ഭജിക്കുന്നതും നിങ്ങൾക്ക് ഫലസിദ്ധി ഉണ്ടാക്കുന്നതാണ്. കൂടാതെ വ്യാഴവും പൂരുരുട്ടാതിയും ഒത്തുവരുന്ന ദിവസങ്ങളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. സാധ്യമാവുമ്പോഴെല്ലാം അനുജന്മ നക്ഷത്രങ്ങളായ പുണർദം, വിശാഖം എന്നിവയിലും പിറന്നാൾ ദിവസങ്ങളിലും മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തേണ്ടതാണ്. സന്താന ഗോപാലാർച്ചന, പുരുഷ സൂക്ത പുഷ്പാഞ്ജലി എന്നീ വഴിപാടുകൾ കഴിപ്പിക്കുന്നതും നിങ്ങൾക്ക് ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യുന്നതും സർവാഭീഷ്ടസിദ്ധി പ്രാപ്തവുമാണ്. ജാതിമത ഭേദമന്യേ അവരവരുടെ ആരാധനാലയങ്ങളിലും പുണ്യസ്ഥലങ്ങളിലും ദർശനം നടത്തി
പ്രാർത്ഥിക്കുന്നത് ഗുണഫലാർഹവും ഈശ്വരാനുകൂലം വർദ്ധിക്കുന്നതിനും സഹായകമാകുന്നു. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് ഉത്രം നക്ഷത്രവുമായി വിവാഹബന്ധം പാടുള്ളതല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. 3, 13, 21, 23, 30 എന്നീ തീയതികൾ ശുഭകാര്യങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. അശ്വതി, മകയിരം, പൂരം, മകം, ചോതി, അനിഴം, ഉത്രാടം, അവിട്ടം, ചതയം എന്നീ നക്ഷത്രങ്ങളാണ് പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സൗഹൃദത്തിലും നിങ്ങളുടെ പങ്കാളിത്ത ബിസിനസ്സിലും ശുഭകാര്യങ്ങളുടെ ചർച്ചകളിലും തീരുമാനങ്ങളിലും ഈ നക്ഷത്ര ജാതരെ കൂടി ചേർക്കാവുന്നതാണ്. 3 ആണ് പൂരുരുട്ടാതി നക്ഷത്ര ജാതരുടെ ഭാഗ്യസംഖ്യ. മഞ്ഞ ആണ് ഭാഗ്യനിറം. വ്യാഴാഴ്ച ദിവസങ്ങൾ പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ ശുഭകാര്യങ്ങൾ ആരംഭിക്കുന്നതിനായി നിർദ്ദേശിച്ചിട്ടുള്ള തീയതികളിൽ നിർദ്ദിഷ്ട നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ അണിയുന്നതും നിയുക്ത ദിവസങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുന്നതും ഏറെ ഗുണപ്രദമായി കാണുന്നു. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങളിലൂടെ നിങ്ങളുടെ കർമ്മദോഷങ്ങൾ നീക്കുന്നതിനും ജീവിത വിജയം നേടുന്നതിനുമായി ഞങ്ങളുടെ ബിസിനസ് വാട്സപ്പ് നമ്പറിലോ മെയിലിലോ ബന്ധപ്പെടുക. പരീക്ഷ, ഇൻ്റർവ്യൂ, ഇഷ്ടജീവിത പങ്കാളി, വിവാഹം, സന്താനഭാഗ്യം, രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനം, ഉദ്യോഗസ്ഥാനലബ്ധി, ഭൂമി സ്വീകരണം, ഗൃഹനിർമ്മാണം, ഇഷ്ടജനലബ്ധി, ദാമ്പത്യ സൗഖ്യം, ജോലി, ബിസിനസ്, മറ്റു കർമ്മരംഗങ്ങളിലെ അഭിവൃദ്ധി, ആയുരാരോഗ്യ സൗഖ്യം, സർവസമസ്ത സമ്പദ് സമൃദ്ധി തുടങ്ങി എല്ലാ ജീവിത വിജയങ്ങൾക്കും കൂടാതെ സമ്പൂർണ്ണ ദോഷപരിഹാരങ്ങൾക്കും ഇഷ്ടകാര്യ വിജയങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങൾക്കുമായി വിവിധ രത്നക്കല്ലുകൾ ധരിക്കുന്നതിനുള്ള ഉപദേശങ്ങൾക്കായും പ്രശ്നപരിഹാരങ്ങൾക്കുമായി നിങ്ങൾക്ക് അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാരുടെ ഉപദേശം സ്വീകരിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നേരിട്ടുള്ള പ്രൈവറ്റ് കൺസൾട്ടേഷൻ, ഓൺലൈൻ ഫോൺ കൺസൾട്ടേഷൻ എന്നിവയ്ക്ക് വാട്സപ്പിലൂടെയോ മെയിലിലൂടെയോ ഉള്ള മുൻകൂർ ബുക്കിംഗ് ആവശ്യമാണ്. ബിസിനസ് വാട്സപ്പ് നമ്പർ ശ്രദ്ധിച്ചോളൂ: 9846797971. മെയിൽ ID myniyogam@gmail.com. നിങ്ങളുടെ എല്ലാവിധത്തിലുമുള്ള പിതൃ, കർമ്മ, ഗ്രഹ, രാശി, നക്ഷത്ര ദോഷ നിവൃത്തികൾക്കും പരമമായ ജീവിത വിജയത്തിനും അവസാനത്തെ അത്താണി അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാർ. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.